ഗലാത്യ ലേഖനം 1:18 മുതൽ 24 വരെയുള്ള വചനങ്ങളിലെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ അപ്പോസ്തല പ്രവൃത്തികൾ 9:23 കൂടി ചേർത്ത് മനസ്സിലാക്കുന്നത് അനുചിതമാണ്. ദൈവം വിളിച്ച് തൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച പൗലോസ് പരിശുദ്ധാത്മാവിനാൽ ആലോചന ലഭിച്ച് ദൈവത്താൽ നയിക്കപ്പെട്ടവനായി ഏകാന്തതയെന്ന അറേബ്യയിലേക്ക് പോയി. ദൈവസംസർഗമായ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ഉപവാസത്തിനുമായി ആ സമയത്തെ വേർതിരിച്ചു. സാത്താനെയും ലോകത്തെയും ജയിച്ച് ശക്തി പ്രാപിച്ച് തിരികെ ദമസ്കോസിലേക്ക് മടങ്ങി വന്നതിന് ശേഷമാണ് ശുശ്രൂഷ ആരംഭിക്കുന്നതെന്ന് കാണുന്നു. അതായത് മാനസാന്തരപ്പെട്ടാൽ ഉടൻ സുവിശേഷവേല ധൃതിയിൽ ആരംഭിക്കാതെ സ്വയം ഒരുങ്ങുവാൻ ഏകാന്തത എന്ന അറേബ്യ തേടുക എന്നർത്ഥം. മാമോദീസായാൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിച്ച് ജീവിതം ആരംഭിക്കുന്ന സ്നാനാർത്ഥികളും അവർക്ക് വേണ്ടി പ്രതിജ്ഞയെടുത്ത തലത്തൊട്ടവരും മാതാപിതാക്കളും അറേബ്യ എന്ന ഏകാന്തതയിലൂടെ കടന്നുപോയി ദൈവ സംസർഗത്തിലായിരുന്ന് ശക്തി പ്രാപിക്കുന്നത് ഈ ലോക ജീവിതയാത്രയിൽ സ്നാനാർത്ഥിയും കുടുംബവും സാത്താൻ്റെ കെണികളിൽ വീഴാതിരിക്കുവാൻ സഹായിക്കുമെന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിൽ വീഴ്ചയുണ്ടാകാതെ നോക്കുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശുദ്ധിയുള്ള തലമുറയെ വാർത്തെടുക്കുവാൻ സഹായിക്കും എന്നതിൽ സംശയമില്ല. സ്വസ്ഥതയുടെ ദിനമായ ഞായറാഴ്ചയിലെ ആരാധനയിൽ ഒരുക്കത്തോടെ സംബന്ധിച്ച് വിശുദ്ധിയോടെ അവിടുത്തെ തിരുശരീര രക്തങ്ങളെ പ്രാപിക്കുന്നത് ആത്മീയ ശക്തി പകരുന്നുവെങ്കിൽ നിരന്തരമായ നോമ്പുപവാസങ്ങളിലൂടെ ദൈവസംസർഗവും ആത്മീയ കരുത്തും പ്രാപിച്ച് സാത്താൻ്റെ തന്ത്രങ്ങളെ അതിജീവിച്ച് ദൈവം കൽപ്പിച്ചു തന്ന ഈ ലോക ജീവിത ദൗത്യത്തിലും വിജയം വരിക്കുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഏതൊരു വിശ്വാസിയും ആത്മീയവും ലൗകികവുമായ തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ പ്രശോഭിക്കുവാനും വിജയിക്കുവാനും ഏകാന്തത എന്ന അറേബ്യ ഇടയാക്കും. ഏകാന്തത എന്ന അറേബ്യ ദൈവസംസർഗമാണ്. അത് ശക്തിയാണ്, ഊർജമാണ്, കാര്യസ്ഥനാൽ നയിക്കപ്പെടുന്നതാണ്. ഏതൊരു മനുഷ്യനും ശുശ്രൂഷകനും ഇങ്ങനെയൊരു അറേബ്യ ഇടയ്ക്കിടെ ആവശ്യമാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.